ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ രസമാണ്. നമ്മുടെ കേരള സ്റ്റൈൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രസം. അപ്പോൾ ഈ റെസിപ്പി ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായ ജയമ ചേച്ചി ആണ് പഠിപ്പിച്ചത്. അപ്പോൾ ജയമ ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം തന്നെയാണ്. അപ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഒന്ന് ചതച്ച് വെക്കണം. ആ ഇൻഗ്രീഡിയൻസ് ആദ്യം ചതച്ച് മാറ്റി റെഡി ആയിരിക്കണം ബാക്കി പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിക്കുരു. മല്ലിക്കുരു മുഴുവനോടുകൂടി ആണ് ഇടുന്നത്, പൊടിയല്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു ടിപ്പുണ്ട്, ഈ കുരുമുളക്, മല്ലിക്കുരു, നല്ല ജീരകം മൂന്നും കൂടി ഒന്ന് ചുട്ടതിന് ശേഷം ഇതിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചതച്ച് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം, റെഡിയാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ രസത്തിന് വേണ്ടി ആവശ്യമുള്ളത് കുറച്ച് കടുക്, ഉലുവ, വറ്റൽ മുളക്, നമ്മുടെ ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും വേണം. പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണ വേണം, കായപ്പൊടി അല്ലെങ്കിൽ പച്ചക്കായം വേണം. അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചൂടാക്കുന്നത്. നമ്മുടെ കേരള സ്റ്റൈൽ രസത്തിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ആവശ്യത്തിന് ഇടാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത പച്ചമുളകാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. ഇതിനി നന്നായി ആ പച്ചമുളകിൻ്റെ നല്ല മണം കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ മറന്നു, പക്ഷേ 1 ഉണക്കമുളകും കൂടി ചേർക്കണം കേട്ടോ. അത് ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകിൻ്റെ കൂടെ ഞാൻ 2 എരിവുള്ള ചെറിയ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നല്ലൊരു മണം കിട്ടണം, അതിനു വേണ്ടി ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും പച്ചമുളകിൻ്റെ മണമൊക്കെ കിട്ടി തുടങ്ങി. ഇതിലേക്ക് 2 ഇടത്തരം സൈസുള്ള ടൊമാറ്റോസ് നല്ല നേരിയതായിട്ട് അരിയുന്നതാണ് നല്ലത്. ഇതിനി നമുക്കൊന്ന് നന്നായി വഴറ്റി ഇത് ഉടഞ്ഞ് ചേർന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഈ ടൊമാറ്റോസ് നന്നായി ഉടഞ്ഞതിന് ശേഷമാണ് കേട്ടോ, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് വഴറ്റി ആ കളറൊന്ന് ഡീപ്പായിട്ട് കിട്ടുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് പിന്നെ 2.5 മുതൽ 3 കപ്പ് വെള്ളം വരെ ചേർത്തു. ആദ്യം ഞാൻ 2.5 കപ്പാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ശരിയാക്കാനുള്ള സ്റ്റെപ്പാണ് ഉള്ളത്. രസം ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം രസം ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. പക്ഷേ ഈ സീസണിങ് റെഡി ആവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വാളംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നു. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ ബാക്കിയുള്ളത്. പിന്നെ ഉപ്പ് പാകത്തിന്, ഈ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ അതും കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം പച്ചക്കായം അല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഈ വെള്ളവും ഉപ്പും പുളിയും എല്ലാ ടേസ്റ്റും ഒക്കെ ഒന്ന് പാകമാക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവണം നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. ഈ സ്റ്റേജ് വരെ തിളച്ചാൽ കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മല്ലി ഇല ചോപ്പ് ചെയ്തത് റെഡിയാണ്, നമ്മുടെ ചതച്ച ഇൻഗ്രീഡിയൻസും റെഡിയാണ്. അപ്പോൾ ഈ രസത്തിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസും മല്ലിയില ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി ഇത് തിളയ്ക്കണ്ട. ഇനി ഇത് മൂടി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റിയതാണ്. നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ രസം റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പമല്ലേ കാര്യങ്ങൾ. ശരിക്കും നല്ലൊരു രസം ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. ഞാൻ ഒരുപാട് രസം ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തോ എപ്പോഴും എന്തെങ്കിലും ഒരു മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞ ഈ മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് നല്ല രസം ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. നന്നാവുമ്പോഴൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നല്ലൊരു നാടൻ രസം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.